ഹായ് ഹലോ. ഇന്നപ്പം മീനിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മീനുണ്ടായിരുന്നു വെട്ടാനായിട്ട്. അപ്പം മീനൊക്കെ വെട്ടലായിരുന്നു ആദ്യത്തെ പണി. രാവിലത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം മീൻ നന്നാക്കുന്നതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ മീനൊക്കെ വെട്ടി എല്ലാം ക്ലീൻ ചെയ്തു. കറിക്കുള്ളതെല്ലാം മാറ്റി വെച്ചു. പിന്നെ ഞാൻ കഴുകി എല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ 3 വറക്കാൻ വെച്ചു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് തുണി മെഷീനിലിടാൻ പോയി. കുറച്ച് തുണി ഉണ്ടായിരുന്നു. തുണിയൊക്കെ മെഷീനിലിട്ട് മീൻ കറി വെച്ചില്ല കേട്ടോ. മീൻ വൈകിട്ടേ കറി വെക്കൂ. എല്ലാം വെട്ടി കുളിക്കുന്നതിന് മുമ്പ് എല്ലാം വെട്ടി വെച്ചു. അങ്ങനെ തുണിയെല്ലാം ഇട്ട് ലിക്വിഡ് ഒഴിച്ച് മെഷീൻ ഓണാക്കാമെന്ന് വെച്ചപ്പോഴാണ് സത്യം ഞാൻ അറിഞ്ഞത്. ഞാൻ ഓണാക്കാൻ വന്നപ്പോൾ കറണ്ട് പോയി. പിന്നെ ഞാൻ അതവിടെ വെച്ചിട്ട് പോയി. കുളിച്ചിട്ട് വന്ന ശേഷം കറണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ജിംബ്രൂട്ടനൂടെ വന്ന് അത് ഓണാക്കി. പിന്നെ അതുപോലെ ജിംബ്രൂട്ടന് ഫുഡൊക്കെ കൊടുത്തു. ജിംബ്രൂട്ടൻ കഴിച്ചില്ല വലുതായിട്ട്. അവന് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കഴിക്കുന്ന അത്രയും കഴിച്ചു. അപ്പോൾ ഒരു പാത്രക്കാരൻ വന്നപ്പോൾ ഞാൻ ഉപ്പിടാനൊരു ഡപ്പയൊക്കെ വാങ്ങിച്ചു. അപ്പോഴാണ് പപ്പ പാത്ത കുഞ്ഞുങ്ങളുമായിട്ട് ഇറങ്ങി എന്നും പറഞ്ഞ് വിളിച്ചത്. അപ്പോൾ അവരെ കാണാൻ ഞാൻ ജിംബ്രൂട്ടനോട് പോയി. പാത്ത കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അത് നല്ല രസമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് പിന്നെ ചോറുണ്ണാനായിട്ട് വന്നു. ചോറ് എന്ന് പറഞ്ഞാൽ ചോറിനകത്ത് മീനിൻ്റെ പാത്രത്തിലിട്ട് ഇളക്കി, മീൻ വറുത്ത പാത്രത്തിലും ഇട്ട് ഇളക്കിയെടുത്ത ചോറ്. അപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ വൈകിട്ട് ഞാൻ ജിംബ്രൂട്ടനും ചേട്ടൻ കൂടെ എൻ്റെ വീട് വരെ ഒന്ന് പോയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കേ.